ഗാസയിലെ യുദ്ധ നടപടികൾക്കിടെ 12,500 ഇസ്രയേലി സൈനികർ വികലാംഗരായതായി ഇസ്രയേൽ. സൈനികർക്കിടയിലെ പരിക്കുകൾ വിലയിരുത്താൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം നിയോഗിച്ച സ്ഥാപനമായ എഡിയോട്ട് അഹ്റോനത്തുമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. സൈനികരുടെ നിലവിലെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വിവരങ്ങൾ പുറത്തുവിട്ട എഡിയോട്ട് അഹ്റാനോത്ത് ഇക്കാര്യങ്ങൾ ഒരു ഇരുണ്ട പ്രഖ്യാപനമാണെന്ന് ചൂണ്ടിക്കാട്ടി. വികലാംഗരായ ഇസ്രയേലി സൈനികരുടെ കണക്കുകൾ വ്യക്തവും രാജ്യത്തിന് വെല്ലുവിളിയാണെന്നും അഹ്റോനത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. വരും ദിവസങ്ങളിൽ വികലാംഗരായ സൈനികരുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുമെന്നും കമ്പനി അറിയിച്ചു. കുറഞ്ഞത് 20,000 വരെ ഉയരുമെന്നാണ് സ്ഥാപനത്തിന്റെ കണക്കുകൂട്ടൽ. നിലവിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പുനരധിവാസ വിഭാഗം 60,000 ഇസ്രയേലി സൈനികരെ ചികിത്സിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2023 പരിക്കേറ്റ 5,000 ഇസ്രയേലി സൈനികരെ പുനരധിവാസ കേന്ദ്രങ്ങളിൽ അഡ്മിറ്റ് ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. ഒക്ടോബർ മുതൽ വികലാംഗരായ 3,400 സൈനികരെയാണ് ചികിത്സയ്ക്കായി അഡ്മിറ്റ് ചെയ്തത് എന്നും പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. യുദ്ധസമയത്ത് ഇസ്രയേലി സൈന്യം നൽകിയ പരിക്കുകളുടെ കണക്കിൽ ചില പൊരുത്തക്കേടുകളുണ്ടെന്ന് എഡിയോട്ട് അഹ്റോനത്ത് ചൂണ്ടിക്കാട്ടി. ആശുപത്രികൾ പ്രസിദ്ധീകരിച്ചതും സൈന്യം പുറത്തുവിട്ടതുമായ കണക്കുകൾ തമ്മിൽ വ്യത്യാസം നിലനിൽക്കുന്നതിനാൽ പലപ്പോഴും ഈ വിവരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് തുടരെ സൈനികരെ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരികയാണെങ്കിൽ നിലവിൽ ചികിത്സയിലിരുന്ന സൈനികരുടെ കാര്യത്തിൽ വെല്ലുവിളികൾ ഉണ്ടാവുമെന്നും എഡിയോട്ട് അഹ്റോനത്ത് ചൂണ്ടിക്കാട്ടി. ഇസ്രയേൽ ലബനാൻ അതിർത്തിയിൽ പ്രക്ഷുബ്ധാവസ്ഥ മാറ്റമില്ലാതെ തുടരുന്നതിനിടെ യുദ്ധവ്യാപ്തി തടയാനുള്ള നീക്കങ്ങളുമായി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും. ഹിസ്ബുള്ള പ്രതിനിധി സംഘവും യൂറോപ്യൻ യൂണിയൻ വിദേശ നയകാര്യ മേധാവി ജോസഫ് ബോറലുമായി ബെയ്റൂട്ടിൽ ചർച്ച നടന്നു. പ്രതിസന്ധി പരിഹരിക്കാൻ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തുർക്കിയുടെ സഹായം തേടി. തുർക്കി പ്രസിഡന്റ് റജബ് തോയ്ബ് ഉർദാഗാനുമായി വിദേശകാര്യ മന്ത്രി ഹക്കൻ ഫിദാനുമായി ആന്റണി ബ്ലിങ്കൻ ചർച്ച നടത്തി. ഗാസയിൽ നിന്ന് പലസ്തീനുകളെ പുറന്തള്ളില്ലെന്ന നിലപാടാണ് അമേരിക്കയുടേത് എന്ന് ബ്ലിങ്കൻ പറഞ്ഞു. യുദ്ധവ്യാപ്തി മേഖലയിലെ രാജ്യങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ലെന്നും പലസ്തീൻ പ്രശ്നത്തിന് രാഷ്ട്രീയ പരിഹാരമാണ് വേണ്ടതെന്നും ബ്ലിങ്കൻ പറഞ്ഞു. ജോർദൻ, ഖത്തർ, UAE, സൗദി അറേബ്യ, ഇസ്രയേൽ, ഈജിപ്ത്, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിലും ബ്ലിങ്കൻ സന്ദർശിക്കും. യുദ്ധാനന്തര ഗാസയാണ് പ്രധാന ചർച്ചാ വിഷയം. അതേസമയം മേഖലയുടെ ഭാവിയും സ്ഥിരതയും പലസ്തീൻ വിഷയവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതാണെന്നും പലസ്തീൻ പ്രശ്നം അവഗണിക്കാനാവാത്തതാണെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ ഞങ്ങളുടെ സഹോദരന്മാർ പ്രകടിപ്പിക്കണമെന്നും ഞങ്ങൾ അഭിലഷിക്കുന്നു. ഞങ്ങളുടെ മേൽ ആക്രമണപരമായി തുടരുന്ന നിന്ദ്യമായ അധിനിവേശം പലസ്തീൻ ജനതയ്ക്ക് അവരുടെ ധീരോദത്തമായ ചെറുത്തുനിൽപ്പ് മുന്നേറ്റങ്ങൾക്കും അംഗീകരിക്കാനാവില്ല. അധിനിവേശ ശക്തികൾ അടിച്ചേൽപ്പിച്ച ആയിരക്കണക്കിന് കൂട്ടക്കൊലകളുടെയും അതിദാരുണമായ നശീകരണ പ്രവർത്തനങ്ങളുടെയും ഫലമായി അനേകായിരം രക്തം ചീന്തിയ ജനതയാണ് പലസ്തീനുകൾ. ഖുദ്സ് തലസ്ഥാനമായ സ്വതന്ത്രവും സമ്പൂർണ്ണ പരമാധികാരവും ഉള്ളതുമായ പലസ്തീൻ രാഷ്ട്രം നേടിയെടുക്കും വരെ നമ്മുടെ ജനതയ്ക്ക് സുരക്ഷിതത്വവും സുസ്ഥിരതയും വിമോചനവും കൈവരിക്കാനാവില്ല എന്നും പറഞ്ഞു. അതിനിടെ ഗാസയ്ക്ക് മേൽ ഇസ്രയേൽ ഭരണകൂടം ഉന്നയിച്ച അവകാശവാദങ്ങൾ തള്ളി ഫ്രാൻസ്. ഗാസ പാലസ്തീന്റെ ഭൂമിയാണ് എന്നും അതിന്റെ ഭാഗധേയം പലസ്തീനുകൾ നിശ്ചയിക്കട്ടെ എന്നും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാതറിൻ കൊളോണ പറഞ്ഞു. അന്താരാഷ്ട്ര മാധ്യമമായ CNN നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഗാസ മുനമ്പിന്റെ ഭാവി നിശ്ചയിക്കേണ്ടത് ഇസ്രയേൽ, അത് പലസ്തീൻ പ്രദേശമാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ദ്വിരാഷ്ട്ര പരിഹാരത്തെ നമ്മൾ പിന്തുണയ്ക്കുന്നു. അതുമാത്രമാണ് പരിഹാരം. ഗാസയിലെ സിവിലിയന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. സിവിലിയന്മാരല്ല കുറ്റകൃത്യങ്ങൾ ചെയ്തത് എന്ന് അവർ പറഞ്ഞു. ഗാസയിൽ നിന്ന് പുറന്തള്ളുന്നവരെ വിദേശത്ത് കുടിയിരുത്തുമെന്ന ഇസ്രയേൽ പ്രസ്താവന നിരുത്തരവാദപരമാണ് എന്നും കാതറിൻ പറഞ്ഞു. അത്തരം നിർദ്ദേശങ്ങൾ ഇസ്രയേലിന്റെ തന്നെ താൽപര്യത്തിന് വിരുദ്ധമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.